കോട്ടഗിരി കുന്നിന്റെ താഴ്വരയിൽ നഥാൻ കാർ നിർത്തിയിറങ്ങി. കാതറിൻ, നമുക്ക് ചായ കുടിക്കാം. ഇനി ഇവിടുന്ന് വിട്ടാൽ വഴിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ, 2 ചായ, നഥാൻ പറഞ്ഞു. നിങ്ങളെ മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ചായക്കടക്കാരൻ ചോദിച്ചു. ഞങ്ങളിവിടെ ആദ്യമാ. ഇവിടെ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അത് കാണാൻ വന്നതാ. ഏത് സ്ഥലം? ഏതൻ ഗാർഡൻ. ചായക്കടയിൽ ഇരുന്നിരുന്ന ആളുടെ മുഖം മാറി. അയാൾ നഥാനെ സൂക്ഷിച്ചു നോക്കി. കാതറിൻ തന്റെ മോതിരത്തിലേക്ക് നോക്കി. ആ വിരലിൽ അവൾക്ക് ചൂടനുഭവപ്പെട്ടു തുടങ്ങി. അവൾ അയാളെ നോക്കി. ഏതൻ തോട്ടമോ? ചായക്കടക്കാരന്റെ മുഖം മാറി. എന്തേ? നഥാൻ ചോദിച്ചു. എന്റെ സാറേ, വേറെ വല്ല സ്ഥലവും വാങ്ങാൻ കിട്ടിയില്ലേ? അവിടെ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. ഇതിനിടയിൽ അയാൾ ഫോൺ എടുത്ത് ദൂരേക്ക് മാറി നിന്നു. കാതറിൻ അയാളെ നോക്കി നിന്നു. നിഗൂഢതകളോ? ചായ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ ഒരു ഗ്ലാസ് കാതറിന് കൊടുത്തു. അതെ, അവിടെ ഒരു പള്ളിയുണ്ട്. അതിൽ പ്രാർത്ഥനയൊന്നുമില്ലെന്നേ. ആ കോളേജിലെ പിള്ളേരിടയ്ക്ക് പോകുന്നത് കാണാം. അവിടെ വേറെന്തൊക്കെയോ നടക്കുന്നുണ്ട്. വേറെ എന്ത്? അതെന്തെന്ന് എനിക്കറിയില്ല. ഇതാരാ, സാറിന്റെ ഭാര്യയാണോ? അയാൾ ചോദിച്ചു. അവൻ മൂളി. നഥാൻ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അയാൾക്ക് കാശ് കൊടുത്തു. പോകാം. അവൻ കാതറിനെ നോക്കി. കാതറിൻ കാറിൽ കയറി. കാർ കുറച്ച് നീങ്ങിയപ്പോൾ അവൾ വിൻഡോയിലൂടെ അയാളെ നോക്കി മോതിരവിരൽ നീട്ടിയതും അയാൾ താഴേക്ക് തെറിച്ചു വീണു. എന്താ കാതറിൻ നോക്കുന്നേ? അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. അവൾ കൈകൾ കൂട്ടിപ്പിടിച്ച് നഥാനെ നോക്കി. നല്ല തണുപ്പുണ്ടല്ലേ? അവൻ ചോദിച്ചു. അവൾ വിൻഡോ ഗ്ലാസ് കയറ്റിയിട്ടു. നേരം ഇരുട്ടായി തുടങ്ങിയിരുന്നു. തണുപ്പ് കൂടി വന്നു. ഏതൻ ഗാർഡൻ എന്ന ബോർഡ് കടന്നതും കാറ്റ് മെല്ലെ വീശി തുടങ്ങി. നഥാന്റെ വരവ് എസ്തേർ ആഘോഷിക്കുകയാണെന്ന് കാതറിന് മനസ്സിലായി. ഇല്ല എസ്തേർ, ഈ രക്തം നീ കാത്തിരിക്കണ്ട. നഥാന്റെ ഒപ്പം ഈ മണ്ണിലെത്താൻ തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. യുദ്ധം നഥാനു വേണ്ടി ഗേറ്റ് എന്ന കാതറിനും എസ്തേറും തമ്മിലാണ്. തിന്മയുടെ രാജ്ഞിയും നഥാന്റെ രാജ്ഞിയും തമ്മിൽ. എന്താടോ ആലോചിക്കുന്നത്? നഥാൻ കാതറിന്റെ കൈ പിടിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. മെല്ലെ അവൾ നഥാന്റെ കൈമേൽ ചാഞ്ഞു കിടന്നു. കാതറിന്റെ കണ്ണുകൾ അപ്പോഴും ചുറ്റുമാഞ്ഞു വീശുന്ന കാറ്റിലായിരുന്നു. എന്തൊരു കാറ്റല്ലേ, അവൻ പറഞ്ഞു. അവൾ മൂളി. എലീന തന്റെ റൂമിൽ മെഴുകുതിരികൾ തെളിയിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടുകൾ എന്തോ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ആഞ്ഞടിക്കുന്ന കാറ്റിന് കൂട്ടായി ഇടിയും മിന്നലും മണ്ണിലേക്ക് ഇറങ്ങി വന്നു. എലീനയുടെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്തിടിയും മിന്നലുവാ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നഥാൻ പറഞ്ഞു. എലീന തന്റെ പ്രാർത്ഥന നിർത്താതെ തുടർന്നു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഒരു മരക്കും പൊടിയുന്നത് കാതറിൻ കണ്ടു. അവൾ മുടി ഒതുക്കുന്നതായി ഭാവിച്ച് വിരൽ നീട്ടിയതും ആ മരക്കൊമ്പ് വായുവിൽ നിന്നു. നഥാൻ അത് കണ്ടില്ല. കാർ കടന്നുപോയതും അത് വീണു. ശബ്ദം കേട്ട് നഥാൻ കാർ നിർത്തി തിരിഞ്ഞു നോക്കി. ജസ്റ്റ് എസ്കേപ്ഡ്, നഥാൻ പറഞ്ഞു. താങ്ക് ഗോഡ്. പോകാം. അവൻ കാതറിനെ നോക്കി. അവൾ മൂളി. നമ്മൾ എത്താറായി, നഥാൻ പറഞ്ഞു. കാറിന്റെ ഹോണടി കേട്ട് സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു. നഥാൻ കാർ അകത്തേക്ക് കയറ്റി. വലിയൊരു ബംഗ്ലാവ് അവർക്ക് മുന്നിൽ തെളിഞ്ഞു നിന്നു. ഡോറ് തുറന്ന് നഥാൻ ആ മണ്ണിൽ കാല് കുത്തിയതും കാറ്റ് ആഞ്ഞു വീശി. എലീനയുടെ മുഖത്തെ ചിരിമാഞ്ഞു. കാതറിൻ ഇറങ്ങിയതും കാറ്റ് പിടിച്ചു കെട്ടിയ പോലെ നിന്നു. എലീന തന്റെ കണ്ണു തുറന്നു. ഹലോ സാർ. മനു നഥാന് കൈ കൊടുത്തു. ഞാൻ മനു. ഐ എം സാഗർ, എസ്റ്റേറ്റ് മാനേജറാണ്. ഹലോ, ഞാൻ നഥാൻ ഡാനിയൽ. ഇത് കാതറിൻ. ഹലോ മാഡം, അവർ പറഞ്ഞു. കാതറിൻ അവരെ നോക്കി ചിരിച്ചു. അവർ വിശാലമായ ഹാളിലേക്ക് ചെന്നു. ചുമരിൽ പഴയ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവിടെയും ഇവിടെയുമെല്ലാം മെഴുകുതിരികൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എലീന തന്റെ കറുത്ത കോട്ടെടുത്തിട്ട് റൂമിൽ നിന്നിറങ്ങി ബംഗ്ലാവിലേക്ക് നടന്നു. തണുപ്പിനെ മറികടന്ന് എലീന ബംഗ്ലാവിലെത്തിയപ്പോൾ നഥാനും കാതറിനും എല്ലാവരെയും പരിചയപ്പെടുകയായിരുന്നു. കാതറിൻ എലീനയെ തിരിഞ്ഞു നോക്കി.
അവൾക്ക് മോതിരത്തിൽ നിന്ന് അസഹ്യമായ ചൂടനുഭവപ്പെട്ടു. സർ, ഇത് എലീന മാഡം, കോളേജ് പ്രിൻസിപ്പളാണ്. മനു എലീനയെ നഥാന് പരിചയപ്പെടുത്തി കൊടുത്തു. ഹലോ ഹലോ. അവൾ കൈ നീട്ടിയപ്പോൾ നഥാൻ കൈകൂപ്പി പറഞ്ഞു. അത് കണ്ടപ്പോൾ എലീനയും കൈകൂപ്പി താല്പര്യമില്ലാതെ ചിരിച്ചു. കാതറിൻ എലീനയെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത് എലീന കാതറിനെ നോക്കി. ഇത് കാതറിൻ. നഥാൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. സർ, ഫ്രഷായി വന്നാൽ ഫുഡ് കഴിക്കാം, സാഗർ പറഞ്ഞു. ഓക്കെ. മനു അവർക്കുള്ള റൂം കാണിച്ചു കൊടുത്തു. നഥാൻ കുളിച്ചിറങ്ങുമ്പോൾ നനഞ്ഞ മുടി ഒരു സൈഡിലേക്കിട്ട് ജനലിലൂടെ പുറത്തിരുട്ട് നോക്കി നിൽക്കുകയായിരുന്നു കാതറിൻ. നഥാൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ടവൽ കസേരയിലിട്ട് അവളുടെ അടുത്തേക്ക് പോയി. നഥാൻ പിന്നിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ചു. എന്ത് നോക്കി നിൽക്കുക? അവൻ ചോദിച്ചു. അവൾ ഇരുട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഇരുട്ടോ? അവൾ മൂളി. വിശക്കുന്നില്ലേ? അവൻ അവളെ തിരിച്ചു നിർത്തി. കഴിക്കാം. അവൾ കഴിക്കാമെന്ന് തലയാട്ടി. കഴിക്കാൻ പോയപ്പോൾ തീന്മേശ നിറയെ ആഹാരം ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേർക്ക് കഴിക്കാനാണോ ഇത്രയും ഫുഡ്? നഥാൻ ചോദിച്ചു. നിങ്ങൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടും പാടില്ല എന്ന് അഡ്വക്കേറ്റ് അറിയിച്ചിരുന്നു, എലീന പറഞ്ഞു. ഇനി ഇത്രയും ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, നഥാൻ പറഞ്ഞു. ഓക്കെ സാർ. നിങ്ങളെല്ലാം കഴിച്ചോ? അവൻ ചോദിച്ചു. യെസ് സാർ, മനു പറഞ്ഞു. ഓക്കെ. നഥാനും കാതറിനും ഫുഡ് കഴിക്കുവാൻ തുടങ്ങി. എലീന നഥാനെ നോക്കിയതും നഥാന് ഭക്ഷണം തരിപ്പിൽ കയറിയതും ഒരുമിച്ചായിരുന്നു. ഉടനെ കാതറിൻ അവന് വെള്ളമെടുത്തു കൊടുത്തു. അവൾ അവനെ നോക്കി. ഐ എം ഓക്കെ, അവൻ പറഞ്ഞു. കാതറിൻ എലീനയെ നോക്കി മോതിരവിരൽ ആരും കാണാതെ എലീനയ്ക്ക് നേരെ നീട്ടിയതും അവൾ ചുമച്ചു തുടങ്ങി. എന്തുപറ്റി? നഥാൻ എലീനയെ നോക്കി. എലീന നിർത്താതെ ചുമച്ചുകൊണ്ടിരുന്നു. മാഡം, ആർ യു ഓക്കെ? മനു എലീനയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് ഒന്നും തിരിച്ചു പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എലീന ചുമച്ചുകൊണ്ട് വാഷ് ബേസിനിന്റെ അടുത്തേക്ക് ഓടി അതിലേക്ക് തുപ്പിയതും വാഷ് ബേസിനിൽ രക്തം കണ്ടു. താൻ തുപ്പിയത് രക്തമാണെന്ന് എലീനയ്ക്ക് മനസ്സിലായി. ഓ ജീസസ്! മനു എലീനയുടെ അടുത്തേക്ക് ചെന്നു. മാഡം, സാഗർ, ഡോക്ടറെ വിളിക്കൂ, നഥാൻ പറഞ്ഞു. കാതറിൻ നഥാന്റെ പിന്നിൽ നിന്ന് അവൾക്ക് നേരെ മോതിരവിരൽ ചൂണ്ടിയപ്പോൾ എലീനയുടെ ചുമ നിന്നു. അവൾ നേരെ നിന്നു. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നിറങ്ങിപ്പോയി. എലീനയ്ക്കെന്തു പറ്റി? നഥാൻ ഒന്നും മനസ്സിലാകാതെ മനുവിനെ നോക്കി. അറിയില്ല സാർ. ഓക്കെ. നഥാൻ റൂമിലേക്ക് നടന്നു. കാതറിനും. നിനക്ക് നഥാൻ ഏതനാണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ നീ ഞങ്ങളെ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം, സാത്താന്റെ സന്തതി. കാതറിൻ റൂമിലേക്ക് നടന്നു. വല്ലാത്ത സ്ഥലവും ആൾക്കാരും അല്ലേ? നഥാൻ പറഞ്ഞു. നാളെ നമുക്കിവിടെയൊക്കെ നടന്നു കാണാം. നല്ല ഉറക്കം വരുന്നുണ്ട്. അവൾ കൈകൊണ്ട് ഉറങ്ങാമെന്ന് കാണിച്ചു. നീ ബെഡിൽ കിടന്നോ, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം, അവൻ പറഞ്ഞു. അവൾ മൂളി. നഥാൻ കട്ടിലിൽ നിന്ന് ഒരു പുതപ്പും തലയണയും എടുത്ത് സോഫയിൽ കൊണ്ടുചെന്ന് വെച്ചു. കാതറിൻ ബെഡിൽ കിടന്ന് അവനെ നോക്കി. നഥാൻ അവളുടെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്നു. ഉറങ്ങിക്കോ, നിനക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്, അവൻ അവളുടെ മുടിയിൽ തലോടി. കാതറിൻ കണ്ണുകളടച്ചു. നഥാൻ അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് സോഫയിൽ വന്ന് കിടന്നു. നഥാൻ പതിയെ ഉറക്കത്തിൽ വീണു. കാതറിൻ കണ്ണു തുറന്ന് നഥാനെ നോക്കി. നഥാൻ ഗാഢമായ ഉറക്കത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. എലീന തന്റെ റൂമിൽ വീണ്ടും പ്രാർത്ഥനയിലായിരുന്നു. കൈകൾ മേൽപോട്ടുയർത്തി അവൾ എന്തൊക്കെയോ ഉച്ചരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കു മുന്നിൽ മെഴുകുതിരി വെളിച്ചത്തിൽ എസ്തറിന്റെ വലിയൊരു ചിത്രം തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ ഇടയിൽ എലീനയുടെ മനസ്സിൽ കാതറിന്റെ മുഖം ഓടിയെത്തി. അവൾ കണ്ണു തുറന്നു. അവൾ വീണ്ടും കണ്ണുകളടച്ച് പ്രാർത്ഥന തുടങ്ങി. അപ്പോഴും എലീനയുടെ മനസ്സിൽ കാതറിന്റെ മുഖം തെളിഞ്ഞു വന്നു. ഛേ! ദേഷ്യത്തോടെ എലീന കൈ തട്ടിയതും മുന്നിലിരുന്ന മെഴുകുതിരി എസ്തറിന്റെ ചിത്രത്തിലേക്ക് വീണു. ചിത്രത്തിന്റെ ഒരു ഭാഗം കത്തി തുടങ്ങിയപ്പോൾ എലീന ഒരു തുണിയെടുത്ത് അതിൽ തട്ടി തീയണച്ചു. ആ തണുപ്പിലും എലീന വിയർത്തു. അവൾ നിലത്തേക്കിരുന്നു. അന്നേരം കാതറിൻ കണ്ണുകളടച്ച് പ്രാർത്ഥനയിലായിരുന്നു. അവൾ മോതിരം മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
മെല്ലെ ആ മോതിരത്തിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് വന്നു. മുറിയാകെ വെളിച്ചം പടർന്നു. എലീന അസ്വസ്ഥതയോടെ എഴുന്നേറ്റ് ജനലിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ബംഗ്ലാവിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നത് കണ്ടത്. അവൾ വേഗം കോട്ടെടുത്തിട്ട് പുറത്തേക്കിറങ്ങി. എലീന ഇരുട്ടിലൂടെ ഓടി ബംഗ്ലാവിനടുത്തെത്തി. നഥാന്റെ റൂമിന്റെ ജനലിന്റെ അടുത്തേക്ക് വന്നതും വെളിച്ചം കെട്ടടങ്ങി. എലീന ഒന്ന് നിന്നു. റൂമിലേക്ക് നോക്കാമെന്ന് കരുതി അവൾ ജനലിലൂടെ നോക്കി. പെട്ടെന്ന് റൂമിലെ ലൈറ്റ് കാതറിൻ ഓൺ ചെയ്തതും എലീന മാറി നിന്നു. കാതറിൻ നഥാനെ തട്ടി വിളിച്ചു. എന്താ കാതറിൻ? അവൻ എഴുന്നേറ്റു. എന്തേ? കാതറിൻ ജനലിന്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ ആരോ ഉണ്ടെന്ന് അവൾ കാണിച്ചു. നഥാൻ എഴുന്നേറ്റ് ജനലിന്റെ അടുത്തേക്ക് ചെന്നതും എലീന ഇരുട്ടിലേക്ക് ഓടി. ആരോ ഓടുന്ന ശബ്ദം കേട്ട് നഥാൻ ചെന്ന് വാതിൽ തുറന്ന് ബംഗ്ലാവിന്റെ പുറത്തേക്ക് ചെന്നു. ആരാ അത്? നഥാൻ ഇരുട്ടിലേക്ക് ഇറങ്ങി. കാതറിൻ ബംഗ്ലാവിന്റെ പൂമുഖത്ത് വന്ന് നിന്നു. എലീന തന്റെ റൂമിലേക്ക് കയറി കട്ടിലിലിരുന്നു. അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ആരാണ്? എലീന ആലോചിച്ചു. കാതറിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. നഥാന്റെ രക്തദാഹികളെ, നിങ്ങൾക്ക് നേരെയുള്ള എന്റെ വേട്ട തുടങ്ങിയിരിക്കുന്നു. ഇരുട്ടിനെ കീറിമുറിച്ച് സൂര്യപ്രകാശം ആ മണ്ണിലേക്ക് താഴ്ന്നിറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ആരാണ് ഞങ്ങളുടെ റൂമിന്റെ അടുത്ത് വന്ന് നിന്നത്? നഥാൻ കാലത്ത് തന്നെ ബംഗ്ലാവിന് മുന്നിൽ ജോലിക്കാരെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇല്ല, ഞങ്ങളല്ല സാർ, അവർ പറഞ്ഞു. നിങ്ങളല്ലെങ്കിൽ അതാരാണ്? എന്താ സാർ പ്രശ്നം? മനു അവിടേക്ക് വന്നു. ഇന്നലെ രാത്രി ഞങ്ങളുടെ റൂമിന്റെ ജനലിൽ കൂടി ആരോ നോക്കി. അതാരാണെന്ന് ചോദിക്കുമായിരുന്നു. ആരാ അത് ചെയ്തത്? മനു ജോലിക്കാരെ നോക്കി. ഞങ്ങളല്ല സാർ, ഇന്നലെ ആരോ ഓടുന്ന ശബ്ദം ഞങ്ങളും കേട്ടു. അന്നേരമാണ് കാതറിൻ അവിടേക്ക് വന്നത്. കാതറിന്റെ മോതിരവിരലിൽ ചെറിയ ചൂടനുഭവപ്പെട്ടു. ഈ ജോലിക്കാരിൽ ആരൊക്കെയോ ഞങ്ങളുടെ ശത്രുക്കളാണ്. കാതറിൻ ആലോചിച്ചു നിന്നു. എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയില്ലേ? മനു ചോദിച്ചു. ഇല്ല സാർ, ജനലിലൂടെ നോക്കിയപ്പോൾ ആ രൂപം ക്വാർട്ടേഴ്സിനടുത്തേക്ക് ഓടുന്നതായി കണ്ടു, ഒരാൾ പറഞ്ഞു. എന്താ കാലത്ത് തന്നെ ഒരു ചർച്ച? എലീന അവിടേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സാർ. അവൾ നഥാനെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് എലീന. ഇന്നലെ ആരോ ഞങ്ങളുടെ റൂമിൽ ഒളിഞ്ഞു നോക്കി. അത് ആരാണെന്ന് ചോദിച്ചതാ. ഇവർ പറയുന്നത് ആ രൂപം ക്വാർട്ടേഴ്സിന്റെ അടുത്തേക്കാണ് ഓടിയതെന്ന്. മാഡം വല്ലതും കണ്ടോ? മനു ചോദിച്ചു. നോ, ഇന്നലെ എൻ്റെ ആരോഗ്യം കുറച്ച് മോശമായിരുന്നു. ഞാൻ റൂമിലെത്തിയ പാടെ ഉറങ്ങിപ്പോയി. അത് ചോദിക്കാൻ മറന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? നഥാൻ ചോദിച്ചു. ഫീൽ ബെറ്റർ സർ. നഥാൻ നോക്കുമ്പോൾ കാതറിൻ നിൽക്കുന്നത് കണ്ടു. വായോ, അവൻ വിളിച്ചു. കാതറിൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എലീന ആൻഡ് മനു, ഞങ്ങൾക്ക് എല്ലായിടവും കാണണം. ഓക്കെ സാർ, മനു പറഞ്ഞു. സാർ, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എലീന നഥാനെ നോക്കി. എന്താ? മാഡം മാത്രം ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. എലീന കാതറിനെ നോക്കി. നഥാൻ കാതറിനെ ചേർത്ത് പിടിച്ചു. കാതറിൻ സംസാരിക്കില്ല, ഊമയാണ്. ഓ സോറി, എലീന പറഞ്ഞു. കാതറിൻ കൈകൾ കൊണ്ട് കുഴപ്പമില്ല എന്ന് കാണിച്ചു. എന്നാൽ സർ, കോളേജിലേക്ക് പോകാം ആദ്യം, എലീന പറഞ്ഞു. ഓക്കെ. പുരാതനമായ ഒരു കൊളോണിയൽ കെട്ടിടമായിരുന്നു ഈതൻ കോളേജ് ഓഫ് ആർട്സ്. ബംഗ്ലാവിൽ നിന്ന് 10 മിനിറ്റ് യാത്രയെ കോളേജിലേക്കുണ്ടായിരുന്നുള്ളൂ. കോളേജിലേക്കുള്ള വഴി നിറയെയുള്ള മരങ്ങളിലെല്ലാം മുല്ലവള്ളികൾ ചുറ്റിക്കിടക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് റൂമുകളിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കാതറിന് തൻ്റെ വിരലിൽ ചൂടനുഭവപ്പെട്ടു തുടങ്ങി. പകലായിരുന്നിട്ടും കോളേജ് വരാന്തകളിൽ വെളിച്ചം കുറവായിരുന്നു. ഈ റൂം തുറന്നിട്ടില്ലല്ലോ? അടഞ്ഞു കിടക്കുന്ന റൂം കണ്ട് നഥാൻ ചോദിച്ചു. സർ, ഈ റൂം ചാപ്പലാണ്. പ്രാർത്ഥനകളുള്ള ദിവസമേ ഇത് തുറക്കാറുള്ളൂ, എലീന പറഞ്ഞു. ഓക്കേ. സ്റ്റാഫിനെല്ലാം നഥാനെയും കാതറിനെയും പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം എലീന അവരെ തൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. എലീനയുടെ ക്യാബിനിൽ മേശയ്ക്ക് പിന്നിലെ ചുമരിൽ എസ്തേറിന്റെ വലിയൊരു ചിത്രമുണ്ടായിരുന്നു. ഇതാരാ? മുടിയിൽ ചെറിയ ഒരു കിരീടമുള്ള കറുത്ത വസ്ത്രം ധരിച്ച സുന്ദരിയായ സ്ത്രീയുടെ ചിത്രം ചൂണ്ടിക്കാണിച്ച് നഥാൻ ചോദിച്ചു. എസ്തേർ. എലീന ഭക്തിയോടെ ആ ചിത്രത്തിലേക്ക് നോക്കി. ഈ ഏതൻ ഗാർഡന്റെ ഉടമയായിരുന്നു ഇമ്മാനുവൽ ഏതന്റെ ഭാര്യ എസ്തേർ. എസ്തേറിനു വേണ്ടിയാണ് ഇങ്ങനൊരു ഗാർഡൻ ഇവിടെ ഉണ്ടായത് തന്നെ. ഞങ്ങളുടെ രാജ്ഞി, പുണ്യാത്മാവ്.
അപ്പോ എൻ്റെ ഗ്രാൻഡ് മദർ, നഥാൻ മനസ്സിൽ പറഞ്ഞു. ഇമ്മാനുവലേത്തനെ കൊല്ലാൻ ശ്രമിച്ച ഇവള് പുണ്യാത്മാവ്? കാതറിൻ എസ്തറിനെ നോക്കി നിന്നു. എൻ്റെ നഥാന്റെ രക്തം കൊതിച്ചിരിക്കുന്ന ഇവൾ പുണ്യാത്മാവ്. കാതറിൻ്റെ മുഖത്ത് പക നിറഞ്ഞു. കാതറിൻ, നമുക്ക് പോകാം, നഥാൻ പറഞ്ഞു. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ വാതിലിനടുത്തെത്തിയപ്പോൾ കാതറിൻ ഒന്നുകൂടി എസ്തറിന്റെ ചിത്രത്തിലേക്ക് നോക്കി. കുന്നിൻ ചരിവിലേക്ക് പതിയെ മഞ്ഞിറങ്ങി തുടങ്ങിയിരുന്നു. കാതറിൻ കൈകൾ കൂട്ടിത്തിരുമ്മി. നഥാൻ കാതറിനെ ചേർത്ത് പിടിച്ചു നിന്നു. നല്ല തണുപ്പുണ്ടല്ലേ, അവൻ ചോദിച്ചു. അവൾ മൂളി. ദൂരെ നിന്നും പള്ളി അവ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. സർ, പള്ളിയെത്തി. എലീന തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കാതറിനെ ചേർത്ത് പിടിച്ചു വരുന്ന നഥാനെയാണ്. എന്തോ എലീനയ്ക്ക് അത് ഇഷ്ടമായില്ല. എന്താ എലീന, നഥാൻ ചോദിച്ചു. പള്ളി എത്തിയെന്ന് അവൾ പറഞ്ഞു. നഥാൻ ആ പള്ളി നോക്കി നിന്നു. താൻ സ്വപ്നത്തിൽ കണ്ട അതേ പള്ളി. നഥാന്റെ മൂക്കിനു മുകളിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ഇതേ പള്ളിയല്ലേ ഞാൻ കണ്ടത്? അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം അത്? എലീന പള്ളിയുടെ വാതിൽ മലർക്കെ തുറന്നു. കാതറിൻ അവന്റെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. നഥാൻ കാതറിനെ നോക്കി. ആരാധനയില്ലാതെ കിടക്കുന്ന ആ പള്ളിയിൽ ചെന്ന് കാതറിൻ കുരിശു വരച്ചു. അവൾ എലീനയെ തിരിഞ്ഞു നോക്കി വിരൽ കൊണ്ട് പുറത്തു നിൽക്കുവാൻ പറഞ്ഞു. എലീനയ്ക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. അവൾ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. കാതറിൻ, ഈ പള്ളി... കാതറിൻ അവന്റെ വായ പൊത്തിപ്പിടിച്ചു. അവൾ കൈയെടുത്ത് ഈ പള്ളിയിലല്ലേ ആ പെട്ടിയിരിക്കുന്നതെന്ന് ആംഗ്യം കാണിച്ചു. അവൻ അതേയെന്ന് തലയാട്ടി. എലീന പുറത്തുണ്ട്, കാതറിൻ കാണിച്ചു. പിന്നെ വന്നെടുക്കാം, നഥാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പള്ളി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു വൃത്തികെട്ട സ്വപ്നം. നഥാൻ കാതറിന്റെ കൈ പിടിച്ചു. എനിക്ക് നിന്നെ ഈ പള്ളിയിൽ വെച്ച് നഷ്ടപ്പെടുമെന്നാ ഞാൻ സ്വപ്നം കണ്ടത്. നഥാൻ അവളെ കെട്ടിപ്പിടിച്ചു. ഇല്ല, നമുക്ക് പോകാം. അവൾ വേണ്ടെന്ന് തലയാട്ടി. എനിക്കൊന്നും പറ്റില്ല. അവൾ അവനെ നോക്കി. നമുക്ക് പോകാം കാതറിൻ, എനിക്കിവിടെ എന്തോ പോലെ, നഥാൻ പറഞ്ഞു. അവൾ മൂളി. പുറത്ത് എലീന അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പോകാം, അവൻ പറഞ്ഞു. ഓക്കെ സർ. എലീന അവർക്ക് പിന്നിൽ നടന്നു. നഥാൻ ഓരോ കാര്യങ്ങൾ കാതറിനോട് സംസാരിച്ച് നടക്കുന്നത് കണ്ട് എലീനയ്ക്ക് എന്തോ ദേഷ്യം വന്നു. അളിയ, ലക്കി വിളിച്ചു. എപ്പോ എത്തി? ഇന്നലെ നൈറ്റടാ. വരുന്ന വഴി കാറ്റും കോളും ഒരു വിധത്തിലെത്തി. എങ്ങനെയുണ്ട് സ്ഥലം? വല്ലാത്ത സ്ഥലമാണ്, ആൾക്കാരും. ഇന്നാണ് എല്ലാവരും ഒന്ന് കണ്ടത്. ആ പള്ളിയിൽ പോയോ നീ? ലക്കി ചോദിച്ചു. യെസ്, പോയി. ബോക്സിന്റെ കാര്യം ഞാൻ മറന്നുപോയിരുന്നു. കാതറിനാണ് ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് എടുത്തോ അത്? ഇല്ലടാ, കൂടെ വേറെ ഒരാളുണ്ടായിരുന്നു. ആരും അറിയരുതെന്നല്ലേ. അല്ല, കാതറിൻ എവിടെ? ലക്കി ചോദിച്ചു. ദേ ക്യാൻവാസിന് മുന്നിൽ ബ്രഷും പെയിന്റും പിടിച്ച് നിൽക്കുന്നുണ്ട്. നഥാൻ ചിത്രം വരയ്ക്കുന്ന കാതറിനെ നോക്കി പറഞ്ഞു. എല്ലായിടവും കറങ്ങി വന്നപ്പോൾ എന്തോ മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എപ്പോ എഴുന്നള്ളണം? എപ്പോ വേണേലും പോര്. വഴി ഞാൻ മെസ്സേജ് ഇടാം. ഏതൻ ഗാർഡിന്റെ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും. എന്നാ ഞങ്ങൾ ലീവിന് അപ്ലൈ ചെയ്യട്ടെ? ലക്കി പറഞ്ഞു. എന്നാ നഥ, ഞാനേ ഡ്യൂട്ടിക്ക് കയറുക. ബൈഡാ. ഓക്കെ, ബൈ. എന്തായി, വര കഴിഞ്ഞോ? ഫോൺ കട്ട് ചെയ്ത് നഥാൻ കാതറിന്റെ അടുത്ത് ചെന്ന് നിന്നു. ഇത് എസ്തേർ അല്ലേ? നഥാൻ ചിത്രത്തിലേക്ക് നോക്കി പറഞ്ഞു. അവൾ മൂളി. എസ്തേർ ആണോ ഇപ്പോൾ നിന്റെ മനസ്സിൽ? അവൻ ചോദിച്ചു. അവൾ നഥാനെ നോക്കി അല്ലെന്ന് തലയാട്ടി. പിന്നെ? അവൾ കൈ അവന്റെ നെഞ്ചിൽ വെച്ചു. നഥാൻ അവളെ നോക്കി ചിരിച്ചു. ഞാനാണോ നിന്റെ മനസ്സിൽ? അവൻ ചോദിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നിങ്ങളെക്കുറിച്ച് എൻ്റെ പപ്പ പറഞ്ഞതു മുതൽ നിങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ നഥാൻ. അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. കാതറിൻ, ഐ ലവ് യു, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചുംബിച്ചു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ദൂരെ നിന്ന് ജനലിലൂടെ ആ രംഗം കണ്ട് എലീനയ്ക്ക് കലി വന്നു. എലീന തന്റെ ക്യാബിനിൽ വന്നിരുന്നു. അന്നേരമാണ്
അവളുടെ ഫോൺ റിങ് ചെയ്തത്. ജോഷുവ. അവൾ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. എലീന, ഏതൻ ഗാർഡൻ വാങ്ങിയവൻ എത്തിയെന്നറിഞ്ഞു? യെസ് ജോഷുവ, അവർ വന്നു. എലീന, ഏതൻ ഗാർഡൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ്തറിന്റെ മാത്രമാണ്, നമ്മുടെ രാജ്ഞിയുടേത്. അവിടെ വന്നവരെ തിരിച്ചയക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു, ജോഷുവ പറഞ്ഞു. ജോഷുവ, അവർ നമ്മൾ കരുതുന്ന പോലെയുള്ളവരല്ല. അവരിവിടെ എത്താതിരിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധിയും ചെയ്തു. പക്ഷേ അതെല്ലാം മറികടന്ന് അവരിവിടെ എത്തി. മാത്രമല്ല, ആ പെൺകുട്ടി കാതറിൻ, അവൾക്കെന്തോ പ്രത്യേകതയുണ്ട്. അവൾ എൻ്റെ പ്രാർത്ഥനയിൽ ശല്യം ചെയ്യുന്നു. അവർ വന്ന അന്ന് എൻ്റെ റൂമിൽ രാജ്ഞിയുടെ ചിത്രം കത്തിപ്പോയി ജോഷുവ. എന്ത്? ജോഷുവയുടെ ശബ്ദമുയർന്നു. അതെ ജോഷുവ, നഥാൻ ഒരു പാവമാണ്. പക്ഷേ അവൾ സാധാരണക്കാരിയല്ല. അവളുടെ നോട്ടങ്ങൾക്ക് പോലും എന്തോ ഒരു ശക്തി. എലീന, നിനക്കങ്ങനെ തോന്നിയെങ്കിൽ അവളെ വേഗമില്ലാതെയാക്കുക. നമ്മുടെ ആൾക്കാരെ ഞാൻ അവിടേക്ക് അയക്കുന്നതാണ് ഉടൻ തന്നെ. അവളെ നീ നിരീക്ഷിക്കുക. ശരി ജോഷുവ. എലീന ഫോൺ കട്ട് ചെയ്തു. എലീന മേശ വലിപ്പ് തുറന്ന് ഒരു ബുക്ക് എടുത്ത് തുറന്നു. ഹീബ്രു ഭാഷയിൽ എഴുതിയ 2 വരികൾ അവൾ വായിച്ചു. ശത്രു നിന്റെ മുന്നിലെത്തുന്ന നേരം നിന്റെ മനസ്സിൽ ഭയം കടന്നുകൂടിയാൽ മനസ്സിലാക്കുക, നിന്റെ മരണം അടുത്തുവെന്ന്. എലീന ആ ബുക്ക് മടക്കി വെച്ചു. ഇതിനർത്ഥം അവളെന്റെ ശത്രുവാണെന്നാണ്. അവളെ ഇല്ലാതെയാക്കണം. എലീന ചിരിച്ചു. കാതറിൻ ബംഗ്ലാവിന് മുന്നിലുള്ള ഗാർഡനിലെ ബെഞ്ചിലിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്നു. ഹലോ മാഡം. എലീന കാതറിൻ്റെ അടുത്ത് വന്നു നിന്നു. കാതറിൻ അവളെ നോക്കി ചിരിച്ചു. ബുക്ക് വായിക്കുകയാണോ? കാതറിൻ അതെ എന്ന് തലയാട്ടി. എലീന കാതറിൻ്റെ അടുത്തിരുന്നു. മാഡത്തിൻ്റെ നാടെവിടെയാ? വീട്ടിലാരൊക്കെയുണ്ട്? എലീന ചോദിച്ചു. കാതറിൻ എലീനയെ നോക്കി. അതൊക്കെ എന്തിനാ അറിയുന്നത് എന്ന് അവൾ ആംഗ്യം കാണിച്ചു. വെറുതെ. എലീനയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. കാതറിൻ വീണ്ടും ബുക്കിലേക്ക് ശ്രദ്ധിച്ചു. കാതറിൻ പേജ് മറിക്കുന്നതിനിടയിലാണ് എലീന കാതറിൻ്റെ മോതിരം ശ്രദ്ധിച്ചത്. ഈ മോതിരം ഞാൻ എവിടെയോ? എലീന ആലോചിച്ചു. മാഡം, അവൾ വിളിച്ചപ്പോൾ കാതറിൻ അവളെ നോക്കി. ഈ മോതിരം എവിടുന്ന് വാങ്ങിയതാ? എന്താ ഇവിടെ ചർച്ച? നഥാൻ അവിടേക്ക് വന്നു. നത്തിങ് സാർ, ചുമ്മാ സംസാരിച്ചിരിക്കുകയായിരുന്നു, എലീന പറഞ്ഞു. ഓക്കെ, എത്ര നേരമായി ഈ മഞ്ഞിൽ ഇങ്ങനെ ഇരിക്കുന്നു കാതറിൻ? നഥാൻ കാതറിനോട് ചോദിച്ചു. വാ, അകത്തേക്ക് പോകാം. നഥാൻ അവളെ എഴുന്നേൽപ്പിച്ചു. തന്നോടൊന്നും സംസാരിക്കാതെ കാതറിനെ ചേർത്ത് പിടിച്ച് നഥാൻ പോകുന്നത് എലീനയ്ക്ക് ഇഷ്ടമായില്ല. കാതറിൻ അവളെ തിരിഞ്ഞു നോക്കിയത് എലീന കണ്ടു. ആ മോതിരം, അതെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. എലീന അതെവിടെയാ കണ്ടതെന്ന് ഓർത്തിരുന്നു. അവൾക്ക് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. അത് കണ്ടെത്തണം. സമയം രാത്രിയായിരുന്നു. ബംഗ്ലാവിനെ മൂടൽമഞ്ഞ് പുതഞ്ഞിരുന്നു. തണുപ്പ് പതിയെ റൂമിലേക്ക് അരിച്ചു വന്നു. കാതറിൻ നഥാന്റെ അടുത്തേക്ക് ചെന്നു. എന്തേ? അവൻ ചോദിച്ചു. കാതറിൻ തൻ്റെ കയ്യിലിരുന്ന കീ ഉയർത്തിക്കാട്ടി. ഇപ്പോൾ പോകാമെന്ന് ആംഗ്യം കാട്ടി. പോകാം. നഥാൻ റൂമിലേക്ക് ചെന്ന് ജാക്കറ്റ് എടുത്ത് കാതറിൻ്റെ അടുത്ത് വന്നു. അവർ പതിയെ ബംഗ്ലാവിൽ നിന്നിറങ്ങി നടന്നു. ഇരുട്ടിലൂടെ മഞ്ഞിനെ വകഞ്ഞു മാറ്റി മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ നഥാനോടൊപ്പം കാതറിൻ നടന്നു. നടപ്പിനൊടുവിൽ അവർ പള്ളിക്ക് മുന്നിലെത്തി. അവന്റെ മനസ്സിലേക്ക് ആ സ്വപ്നം കടന്നു വന്നു. അകത്തേക്ക് കയറാതെ നിൽക്കുന്ന അവനെ കാതറിൻ നോക്കി. അവൾ അവന്റെ കൈ പിടിച്ചു. പള്ളിയുടെ പടികൾ കയറി നഥാൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ എല്ലായിടത്തും തിരഞ്ഞു. കണ്ടില്ല. അത്രയും രഹസ്യമായി എന്റെ വിവരങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുവെങ്കിൽ ഇതും അങ്ങനെ ഒരിടത്ത് ഒളിച്ചു വെച്ചിരിക്കുകയായിരിക്കും, നഥാൻ കാതറിനോട് പറഞ്ഞു. അവർ പള്ളിയിലെ ഇരിപ്പിടങ്ങളിലേക്ക് നോക്കി. ഓരോ ബെഞ്ചിന്റെയും താഴെ അവൻ വിരൽ കൊണ്ട് ഉരസി നോക്കി. എവിടെയോ നഥാന്റെ കൈ തടഞ്ഞപ്പോൾ അവൻ അവിടേക്ക് ടോർച്ചടിച്ചു. രഹസ്യ അറ അവൻ കണ്ടെത്തിയിരുന്നു. കാതറിൻ അവന്റെ അടുത്തേക്ക് വന്നു നിന്നു. ആ ദ്വാരത്തിൽ അവൻ കീയിട്ട് തിരിച്ചതും ആ അറ തുറന്ന് ഒരു പുസ്തകം താഴേക്ക് വീണു. പുറമെ നിന്ന് നോക്കിയാൽ അതൊരു ബൈബിളാണെന്ന് തോന്നുമായിരുന്നു. നഥാൻ ആ ബുക്ക് എടുത്തെഴുന്നേറ്റു. അവൾ അവനെ നോക്കി പോകാമെന്ന് പറഞ്ഞു. നഥാൻ ആ ബുക്ക് തന്റെ ജാക്കറ്റിനുള്ളിൽ വെച്ച് പുറത്തേക്ക് നടന്നു. ബംഗ്ലാവിലേക്ക് എത്തിയപ്പോൾ എലീന അവരെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാർ എവിടെ പോയതാ? അവൾ ചോദിച്ചു. ഞങ്ങൾ വെറുതെ നടക്കാനിറങ്ങിയതാ, അവൻ പറഞ്ഞു.
സാർ ഈ രാത്രി ഇങ്ങനെയൊന്നും ഇറങ്ങി നടക്കണ്ട, അത് നല്ലതല്ല. അവൾ ഇത്തിരി പൗരുഷമായി തന്നെ പറഞ്ഞു. എപ്പോ എവിടെ ഇറങ്ങണമെന്ന് ഞങ്ങൾക്കറിയാം, നഥാൻ പറഞ്ഞു. എലീന ഇപ്പോൾ വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, അവൾ പറഞ്ഞു. എന്നാൽ താൻ ചെല്ല്. ഓക്കെ സാർ. അവൾ പുറത്തേക്ക് പോയി. നഥാനും കാതറിനും റൂമിലേക്ക് ചെന്നു. അവൻ ആ ബുക്കെടുത്ത് മേശമേൽ വെച്ചു. നഥാന്റെ രഹസ്യങ്ങൾ.